എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പ്രഭാസ് വെജ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ സ്നാക്ക് സീരീസിന്റെ 5th ഡേ ആണ്. ഞാൻ വന്നതൊരു അറബിക് ഡിഷുമായിട്ടാണ് ഇന്ന്, ഫലാഫിൽ. അതിനു മുമ്പായിട്ട് എനിക്ക് കുറച്ച് 1-2 ഡൗട്ട്സ് എന്നോട് 1-2 പേര് ചോദിച്ചിരുന്നു. അത് ഞാൻ ആദ്യം പറയാം. ഒന്ന് ചോദിച്ചിരുന്നത് തുവർദാൽ മുറുക്കിൽ ഏത് റൈസ് പൗഡർ ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചിരുന്നു. ഇടിയപ്പത്തിന്റെ പൊടി ഉപയോഗിച്ചാൽ തുവർദാൽ മുറുക്ക് കറക്റ്റായി വരില്ല. നോർമൽ റൈസ് പൗഡർ എന്ന് പറഞ്ഞ് കിട്ടുന്നത് ഉപയോഗിച്ചാലേ കറക്റ്റായിട്ട് മുറുക്ക് വരുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അരി പൊടിച്ച് ഒന്ന് വറുത്തെടുത്താൽ മതി, പച്ചരി പൊടിച്ചിട്ട്. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അവിൽ ടിക്കി ഉണ്ടാക്കിയതിൽ ഏത് ടൈപ്പ് അവിൽ വേണമെന്ന്. ഏത് അവിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷെ തിന്നായിട്ടുള്ള അവിൽ ഉപയോഗിക്കണമെങ്കിൽ ഒരുപാട് വെള്ളം ഒഴിച്ച് കഴുകരുതെന്ന് മാത്രം. ജസ്റ്റ് ഒന്ന് വെള്ളം തളിച്ചിട്ട് യൂസ് ചെയ്യാം നിങ്ങൾക്ക്. പിന്നെ ലെഫ്റ്റ് ഓവർ ഫിംഗേഴ്സും ആയിട്ടായിരുന്നു. ലെഫ്റ്റ് ഓവർ ഫിംഗേഴ്സിൽ നമ്മുടെ റെഡ് റൈസ്, അതായത് മട്ടേരി ഒഴികെ ബാക്കി ഏത് റൈസ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിച്ചിട്ട് ഫിംഗേഴ്സ് യൂസ് ചെയ്യാം. ഫലാഫിൽ ഒരു അറബിക് ഡിഷാണ് കേട്ടോ. വൈറ്റ് ചന കൊണ്ട് ഉണ്ടാക്കുന്നത്. പാസ്ലിയും വൈറ്റ് ചനയും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ട് അതിവിടെ സ്റ്റാർട്ടർ ആയിട്ടും അല്ലെങ്കിൽ അത് ഫലാഫിൽ റോൾസ് ആയിട്ടും ഒക്കെ കുബൂസിനുള്ള റോൾ ചെയ്തിട്ടൊക്കെ കിട്ടും. വളരെ ടേസ്റ്റ് ഉള്ള ഒരു ഡിഷാണ്. നമുക്കതിലേക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ഫലാഫിലിന് ആവശ്യമായ സാധനങ്ങൾ. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് വൈറ്റ് ചന സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഓവർനൈറ്റ് സോക്ക് ചെയ്തതാണ്. നിങ്ങൾക്ക് വൈകുന്നേരം ഉണ്ടാക്കണമെങ്കിൽ രാവിലെ ഇട്ടാൽ വൈകുന്നേരം യൂസ് ചെയ്യാം. ഗാർലിക് ക്ലോവ്സ് ഞാനൊരു 8 പീസ് എടുത്തിട്ടുണ്ട്, ചെറുതായതുകൊണ്ട്. 3 പച്ചമുളക്, നല്ലവണ്ണം ഒരു പിടി മല്ലിയില. വേണ്ടത് ഒരു കുറച്ച് പാഴ്സ്ലി വേണം. മല്ലിയിലയുടെ ഒരു പകുതി വേണ്ടു പാഴ്സ്ലി. ടീസ്പൂൺ ജീരകം, 2 ടീസ്പൂൺ കൊറിയാൻഡർ സീഡ്സ്, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 2 ടേബിൾ സ്പൂൺ വൈറ്റ് സെസേം സീഡ്സ് വെളുത്ത എള്ള്, ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഉപ്പ് ആവശ്യത്തിന്. ഫലാഫിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഒരു ചോപ്പർ എടുത്തിട്ട് ഈ വൈറ്റ് ചനയെ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. അത് ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്യുമ്പോഴാണ് എനിക്ക് ഈ ഫലാഫിലിൻ്റെ ടെക്സ്ചർ കറക്റ്റായിട്ട് വന്ന പോലെ ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിനെ ആദ്യം ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ലേശം ഉപ്പിട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ചോപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. കണ്ടത് കുറച്ച് തരിയോട് കൂടിയിട്ടായിരിക്കും ഉണ്ടാവുന്നത്, അരഞ്ഞ പോലെയല്ല ഉണ്ടാവുക. അപ്പോൾ അതാണ് ഫലാഫലിൻ്റെ ടെക്സ്ചർ. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ അരച്ചെടുക്കാം. ചന ഞാൻ നന്നായി ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചോപ്പ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിതാ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഈ പച്ചമുളകിന് എരിവുള്ളതുകൊണ്ട് 3 ഇട്ടിട്ടുള്ളൂ. ഗാർലിക്ക്, പാഴ്സ്ലി കുറച്ച് മതി, ഒരു 1/4 കപ്പൊക്കെ മതി. ഞാൻ ഒരു ബഞ്ച്, ഒരു കെട്ട് നല്ലവണ്ണം നമ്മുടെ മല്ലിയിടയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. നന്നായി ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ ഞാൻ ഈ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ചനയിലേക്ക് ഇടുന്നുണ്ട്. ഈ എടുത്തു വെച്ചിട്ടുള്ള മല്ലി, കുരുമുളക്, ജീരകം ഇതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തിട്ട് വേണം അതിലിടാൻ. പൊടിയണ്ട, ക്രഷ് ചെയ്താൽ മതി. അപ്പം ഞാനതിനെ ക്രഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അതിനെയും നമുക്ക് ചനയുടെ മിക്സിലേക്ക് ഇടാം. അതിനെയും കൂടി ആ മിക്സിനെയും കൂടി അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ എള്ളിടുന്നുണ്ട്. എള്ള് വെളുത്തുള്ളതാണ് ഇതിന് നല്ലത് കേട്ടോ. കറുത്തുള്ള സാധാരണയായിട്ട് യൂസ് ചെയ്യാറില്ല. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇടുന്നുണ്ട്. അരിപ്പൊടി നിങ്ങൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതൊരു ബൈൻഡ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിനെ നന്നായിട്ട് മിക്സ് ചെയ്യാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ടിട്ട് നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്യാം. ഉപ്പും എരിവും നിങ്ങളുടെ അനുസരിച്ച് കൂട്ടാം. അപ്പം ഞാനിതിനെ നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിതിനെ നന്നായി കൈയോട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ബൈ ചാൻസ് ഇത് തമ്മിലൊരു ജോയിൻ്റ് ആവണില്ല തോന്നുകയാണെങ്കിൽ കുറച്ചെടുത്തിട്ട് ഒരു ലേശം ചന മിക്സ് എടുത്തിട്ട് നിങ്ങൾക്ക് മിക്സിയിലിട്ടിട്ട് ഒന്നടിച്ച് ഇതിൽ ചേർത്തിയാൽ മതി. അപ്പോൾ അത് നല്ല ബൈൻഡായി കിട്ടും. ഞാൻ ലേശം കൂടി അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരിപ്പൊടി നിങ്ങൾക്ക് ബൈൻഡ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി അരിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം ഇത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം.
എന്നിട്ട് ഉണ്ടാക്കിയെടുക്കാം. കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്നുമില്ലെങ്കിൽ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അതല്ല എങ്കിൽ ഫലാഫിൽ മേക്കർ ഉണ്ട്, ഇതാ എൻ്റെ കയ്യിൽ. ഇത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഫലാഫിൽ മേക്കറിൽ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഇതാ ഈ ഇതിൽ നോബിനെ ജസ്റ്റ് ഒന്ന് താഴ്ത്തിക്കാക്കുക. എന്നിട്ട് ജസ്റ്റ് ഇതാ ഇതൊന്ന് വെച്ച് നന്നായിട്ട് ഇനി അമർത്തി ഫില്ല് ചെയ്യണം. ടൈറ്റായിട്ട് ഫില്ല് ചെയ്തിട്ട് ഞാൻ ഫലാഫിലിൻ്റെ ഷേപ്പിലാണ്. ഇനി ജസ്റ്റ് ഒന്ന് ഇതാ താഴ്ത്തിക്കിട്ടാൽ മതി. കറക്റ്റായിട്ട് ഷേപ്പിൽ വരും. നമുക്കിതിനെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടെടുക്കാം. കുറച്ച് അമർത്തി ടൈറ്റ് ചെയ്തിട്ട് ഉരുട്ടണം. ഒരുപാട് ടൈറ്റ് ചെയ്യാനും പാടില്ല, അപ്പോൾ ഉള്ളു വേവില്ല. അപ്പോൾ ഇതങ്ങനെ ഒന്ന് അമർത്തുക, പിന്നെ ഇതങ്ങനെ ആക്കി കഴിഞ്ഞാൽ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇത് നല്ല പാഴ്സ്ലിയുടെയും മല്ലിയുടെ ഇലയുടെയൊക്കെ ടേസ്റ്റ് ഉള്ളത് കൊണ്ട് നല്ല ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റും ഫ്ലേവറും ആയിരിക്കും. ഫലാഫിലിൻ്റെ ബോൾസും ഫലാഫിലും റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ഇനി എണ്ണയിലിട്ട് എടുത്ത് വറുത്തെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിൽ ഉണ്ടാക്കിയെടുക്കാം. ഇത് വെളിച്ചെണ്ണ അല്ല, വേറെ എണ്ണയാണ് നല്ലത്. വെളിച്ചെണ്ണ ഉപയോഗിക്കാറില്ല അതിന്. ഇവിടെ ഫലാഫിൽ റോളൊക്കെ ഭയങ്കര ടേസ്റ്റാട്ടോ കിട്ടുന്നത്. അവർ കുബൂസിനുള്ളിൽ കുറച്ച് ഫലാഫിലും വെജിറ്റബിൾസും ഹമൂസും അവരുടെ ഒരു ഡിപ്പും ഒക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റുള്ളൊരു വിഭവം കിട്ടാറുണ്ട്. നമുക്കതും ഒരു ദിവസം കാണിക്കാം വീഡിയോയിലൂടെ. ആയിട്ടുണ്ട്, മറിച്ചിടാം. ഇതെപ്പോഴും ഒരു മീഡിയം ഫ്ലെയിം ആണെങ്കിലും ഉള്ളു നന്നായി കുക്കാവുള്ളൂ. ഇത് വടമാരി അല്ല കേട്ടോ, കുറച്ച് സമയം എടുക്കും വേവാനായിട്ട്. അപ്പോഴേ ഉള്ളൊക്കെ നന്നായി വേവുള്ളൂ. ഇപ്പം ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എടുക്കാം. ഇതിൽ കണ്ടോ വെളുത്ത എള്ളൊക്കെ വൈറ്റ് സെസമി സീഡ്സ് ഒക്കെ നല്ല രസമായിട്ട് കാണാം. നമുക്ക് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും കേട്ടോ. ഫലാഫിലിൻ്റെ ടെക്സ്ചർ എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക്. ഇത് കണ്ട നല്ല നല്ല ക്രിസ്പി ആയിരിക്കും, പുറത്ത് ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിരിക്കും. അതാണ് ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്താൽ ഇങ്ങനെയാണ് കിട്ടുന്നത്. മിക്സിയിലിട്ടിട്ട് നിങ്ങൾക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ക്രഷ് ചെയ്തെടുക്കണം എന്ന് മാത്രം. അപ്പോൾ നമ്മുടെ ഫലാഫിൽ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ 2 ടൈപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു ഡിപ്പായിട്ട് ഞാൻ ലബ്നീഷ് വിത്ത് ബ്ലാക്ക് ഒലീവ്സും കൂടി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.